നമസ്കാരം. ഗാസ മുനമ്പിനെ പതിറ്റാണ്ടുകളായി അടക്കി ഭരിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇപ്പോൾ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വർഷങ്ങളോളം തങ്ങളെ തോക്കിൻ്റെ മുനയിൽ നിർത്തി ഭീതിയോടുകൂടി മാത്രം കാണാൻ പഠിപ്പിച്ചിരുന്ന ആ ഭീകര സംഘടനയുടെ ഇരുമ്പ് കൈകൾ ഇപ്പോൾ ദുർബലമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ജനങ്ങളിപ്പോൾ ഇവർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തെരുവുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഹമാസിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് വലിയ ജനക്കൂട്ടം രംഗത്തെത്തുന്നത്. പ്രമുഖ മാധ്യമമായ BBC ഗാസയിലെ ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരുമായൊക്കെ തന്നെ അഭിമുഖം നടത്തുകയും ഇത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ജനങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയത് ഈ ക്രൂരന്മാരായ വ്യക്തികളാണ് എന്നാണ്. പൊതുവെ ലോകത്തിന് പുറത്ത് ഇവർ പറഞ്ഞു പരത്തിയിരിക്കുന്നത് ഗാസ എന്നാൽ ഹമാസാണ്, ഹമാസ് എന്നാൽ ഗാസയാണെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, തങ്ങൾ ഇവരാരെയും അംഗീകരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, പ്രത്യേക കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്, ഇസ്രായേലിനെ ആക്രമിക്കുന്ന അതേ സമയം തന്നെ ഗാസയിൽ തങ്ങളെ എതിർക്കുന്ന ആളുകളെ വകവരുത്താനും അവരെ ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും എല്ലാം തന്നെ ഇവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളത്. സ്വന്തം നാട്ടുകാരെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിന് ഏറ്റവും ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അൽ റുബായ് എന്നാണ് ഇയാളുടെ പേര്. ഹമാസിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായി പങ്കെടുത്തിരുന്ന, മുൻനിരയിൽ നിന്ന് തന്നെ മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഇയാളെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിഭീകരമായ രീതിയിൽ ഇയാളെ മർദ്ദിച്ചതിന് ശേഷം വെട്ടിയും കുത്തിയും കൊതി തീരാതെ ഒടുവിൽ വെടിവെച്ച് കൊന്ന് ഇയാളുടെ മൃതദേഹം തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഹമാസ് തീവ്രവാദികൾ ചെയ്തത്. കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, എൻ്റെ ജീവൻ അപകടത്തിലാണ്, ഏത് നിമിഷം വേണമെങ്കിലും എന്നെ ഹമാസ് തീവ്രവാദികൾ കൊല്ലാം എന്ന്. എന്തു വന്നാലും പക്ഷേ താൻ അവർക്ക് കീഴടങ്ങയില്ല എന്നും ഇയാൾ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ മറ്റൊരു ചെറുപ്പക്കാരനെ ഇവർ ജീവച്ഛവമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അമീൻ അബൈദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാളും ഹമാസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന ഒരാളാണ്. ഈ അബൈദിനെ തട്ടിക്കൊണ്ടുപോയ ഹമാസ് ഭീകരർ അതിഭീകരമായിട്ടാണ് അയാളെ മർദ്ദിച്ചത്. ഇതിൻ്റെ ഫലമായി ഇയാളുടെ കിഡ്നിക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്തു. ദീർഘകാലം ആശുപത്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. പക്ഷേ ഗാസയിലെ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ ഹമാസ് തീവ്രവാദികൾ വീടുകളിലെത്തി അവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളും അവിടെ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവർ ആയുധങ്ങളുമായി എത്തിയപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ഇവരെ അവിടെ നാട്ടി ഓടിക്കുകയായിരുന്നു എന്നാണ്. കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് പലരെയും ഇവർ വെടിവെക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും നാട്ടുകാരുടെ വരവ് കണ്ട് ശരിക്കും ഹമാസ് തീവ്രവാദികൾ ഭയന്ന് ഓടി എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവിടുത്തെ ജനങ്ങൾക്ക് ഇവരെ വേണ്ട എന്നുള്ള കാര്യത്തിൽ അവരുടെ നിലപാടിലെത്തിയിരിക്കുന്നു പരസ്യമായി തന്നെ. കാരണം ഇനി ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാണ് ആ ജനത BBC പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പലരും കൊല്ലപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഉപജീവന മാർഗമില്ല, പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എന്തും ചെയ്യും എന്നാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ആ നാടിനെ രക്ഷപ്പെടണമെങ്കിൽ ഈ തീവ്രവാദികളെ അടിച്ചോടിക്കുക തന്നെ വേണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് ഇതിന് സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലെബനനിൽ നടക്കുന്നത്. ആ രാജ്യം കുട്ടിച്ചോറാക്കിയ ഹിസ്ബുള്ള നേതാക്കളെ ആട്ടി ഓടിക്കാനാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായിരുന്ന ഇസ്രായേൽ സൈന്യം വധിച്ച ഹസൻ നസ്രയുടെ ചിത്രങ്ങളെല്ലാം തന്നെ വലിച്ച് താഴെയിട്ട് തീ കത്തിക്കുന്ന കാഴ്ചയാണ് അവിടെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എല്ലാം തന്നെ ജനരോഷം നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ പരമാവധി ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങളും വിശ്വസിക്കുന്നത്.